കർത്താവിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ദിനത്തിൽ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വലിയ കൃപ അഭിഷേകത്തിലേക്ക് ശുശ്രൂഷയ്ക്ക് കടന്നു വരാം. പർദീസായുടെ വലിയ ശക്തി നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകാൻ വേണ്ടി പ്രാർത്ഥിക്കാം. സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും വിടുതലിൻ്റെയും കൃപയുടെയും ഒരു ജീവിതം നയിക്കുവാൻ നമുക്ക് ആഗ്രഹിക്കാം. നമ്മുടെ ജീവിതങ്ങളെ പൂർണ്ണമായിട്ടും കർത്താവിൻ്റെ സന്നദ്ധയിലേക്ക് ഇങ്ങ് നീട്ടിവെച്ച് കൊടുത്തുകൊണ്ട്, കർത്താവെ ഈ സമയങ്ങൾ, ഈ മണിക്കൂറിൽ കർത്താവെ അങ്ങ് ഞങ്ങളെ തൊടണമേ, അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളെല്ലാം കെട്ടഴിച്ച് ഞങ്ങൾക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യം തരണമേ. കർത്താവെ അങ്ങേ ആരാധിക്കുവാൻ, സ്വർഗത്തിൽ അങ്ങേ മഹത്വപ്പെടുത്താൻ, സഭയോടൊപ്പം അങ്ങേ ആരാധിക്കാൻ ഞങ്ങൾ കൃപ തരണമേ. ഈ സമയത്ത് ലോകം മുഴുവനും അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പരിശുദ്ധ കുർബാനയോട് ചേർന്ന് നമുക്ക് കർത്താവിനെ ആരാധിച്ചുകൊണ്ട് നമുക്ക് ശുശ്രൂഷയിൽ കടന്നു വരാം. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ആമേൻ. ഹല്ലേലൂയ. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ആമേൻ. ആരാധന, 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 ആരാധന. ലൂക്കാസ് സുവിശേഷം 11-ാം അധ്യായം 14 മുതൽ 20 വരെയുള്ള തിരുവചനങ്ങൾ. അവൻ ഊമനായൊരു പിശാചിനെ ബഹിഷ്കരിക്കുകയായിരുന്നു. പിശാച് പുറത്തു പോയപ്പോൾ ആ ഊമൻ സംസാരിച്ച് ജനങ്ങൾ അത്ഭുതപ്പെട്ടു. അവരിൽ ചിലർ പറഞ്ഞു, അവൻ പിശാചുകളുടെ തലവനായ ബെൽസെബൂലിനെ കൊണ്ടാണ് പിശാചുകളെ ബഹിഷ്കരിക്കുന്നത്. വേറെ ചിലർ അവനെ പരീക്ഷിക്കുവാൻ സ്വർഗത്തിൽ നിന്ന് ഒരടയാളം അവനോട് ആവശ്യപ്പെട്ടു. അവരുടെ വിചാരങ്ങൾ അറിഞ്ഞുകൊണ്ട് അവൻ പറഞ്ഞു, അന്തഛിദ്രമുള്ള രാജ്യം നശിച്ചു പോകും, അന്തഛിദ്രമുള്ള ഭവനവും വീണുപോകും. സാത്താൻ തനിക്ക് തന്നെ എതിരായി ഭിന്നിച്ചാൽ അവൻ്റെ രാജ്യം എങ്ങനെ നിലനിൽക്കും? ഞാൻ ബെൽസെബൂലിനെ കൊണ്ടാണ് പിശാചുക്കളെ പുറത്താക്കുന്നു എന്ന് നിങ്ങൾ പറയുന്നു. ബെൽസെബൂലിനെ കൊണ്ടാണ് ഞാൻ പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ പുത്രന്മാർ ആരെ കൊണ്ടാണ് അവയെ ബഹിഷ്കരിക്കുന്നത്? അതുകൊണ്ട് അവർ നിങ്ങളുടെ വിധികർത്താക്കളായിരിക്കും. എന്നാൽ ദൈവകരം കൊണ്ടാണ് ഞാൻ പിശാചുക്കളെ പുറത്താക്കുന്നത് എങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു. ശക്തൻ ആയുധധാരിയായി തൻ്റെ കൊട്ടാരത്തിന് കാവൽ നിൽക്കുമ്പോൾ അവൻ്റെ വസ്തുക്കൾ സുരക്ഷിതമാണ്. എന്നാൽ കൂടുതൽ ശക്തനായൊരുവൻ അവനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയാൽ അവൻ ആശ്രയിച്ചിരുന്ന ആയുധങ്ങൾ മറ്റവൻ അപഹരിക്കുകയും കൊള്ള മുതൽ ഭാഗിച്ചെടുക്കുകയും ചെയ്യും. എന്നോട് കൂടെയല്ലാത്തവൻ എനിക്കെതിരാണ്, എന്നോട് കൂടെ ശേഖരിക്കാത്തവൻ ചിതറിച്ച് കളയുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, വലിയൊരു വിടുതലിൻ്റെയും സൗഖ്യത്തിൻ്റെയും വചനമാണ് പരിശുദ്ധാത്മാവ് നമുക്ക് തരാൻ പോകുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് അനേക കുടുംബങ്ങളിൽ, ജീവിതങ്ങളിൽ തിന്മയുടെ അന്ധകാര ശക്തികൾ പലതരത്തിൽ ആക്രമിക്കുന്ന കാണാൻ പറ്റും. ദൈവമക്കളുടെ വിശ്വാസ ജീവിതത്തെ, വിശുദ്ധിയിലുള്ള ജീവിതത്തെ, സമാധാനപൂർണ്ണമായ ജീവിതത്തെ, ആത്മീയ വളർച്ചയെ, ഭൗതിക വളർച്ചയെ, കുടുംബത്തിൻ്റെ വളർച്ചയെ, സാമ്പത്തിക വളർച്ചയെ ഒക്കെ തകർക്കൊണ്ട് തിന്മയുടെ ചില ശക്തികൾ ചില ജീവിതങ്ങൾ പ്രവർത്തിക്കാൻ പറ്റും. ഒരു പ്രത്യേക തരത്തിൽ നാച്ചുറൽ, സൂപ്പർ നാച്ചുറൽ എലമെൻറ്റ്സ്, കുറേ അതിഭൗമികമായ നമുക്ക് വിശ്വസിക്കാൻ പോലും പറ്റാത്ത ചില സംഭവങ്ങൾ ചില വ്യക്തികൾ നമുക്ക് പങ്കുവയ്ക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഈ മേഖലയിൽ നമ്മൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇന്ന് കുടുംബങ്ങളിലുള്ള തിന്മയുടെ ബന്ധനങ്ങൾ അഴിയാൻ വേണ്ടി പ്രത്യേകമായി വിടുതൽ പ്രാർത്ഥന നടത്താൻ പോവുകയാണ്. അപ്പോൾ അതിനു മുമ്പായിട്ട് നമുക്ക് ഈ തിന്മയുടെ ശക്തികൾ ഒരു വ്യക്തിയിൽ, കുടുംബത്തിൽ ഉണ്ട് എങ്കിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന, എങ്ങനെ നമുക്കത് അറിയാൻ പറ്റും? ഒരു വ്യക്തിയിൽ ഇത് പ്രവർത്തിക്കുന്നുണ്ടോ, ഒരു കുടുംബത്തിൽ ഇത് പ്രവർത്തിക്കുന്നുണ്ടോ, സ്ഥലത്ത് പ്രവർത്തിക്കുന്നുണ്ടോ, തിരിച്ചറിയാനുള്ള ഏറ്റവും എളുപ്പമുള്ള ചില വഴികൾ ഈ വചനത്തിലൂടെ തന്നെ ഈശോയെ പഠിപ്പിക്കുന്നുണ്ട്. അത് നമ്മൾ അറിയാൻ പോവാണ്, പഠിക്കാൻ പോവാണ്. അവിടെ പറയുന്നുണ്ട്, 1-ാമത്തെ അവൻ ഊമനായൊരു പിശാചിനെ ബഹിഷ്കരിക്കുകയായിരുന്നു. പിശാച് പുറത്ത് പോയപ്പോൾ ആ ഊമൻ സംസാരിച്ചു. ചിലർക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല, തുറന്ന് സംസാരിക്കാൻ പറ്റുന്നില്ല, സത്യം ഏറ്റുപറയാൻ പറ്റുന്നില്ല, നീതിക്ക് വേണ്ടി നിലകൊള്ളാൻ പറ്റുന്നില്ല, നുണയുടെ പിന്നാലെ പോവുക, വചനാധിഷ്ഠിതമായിട്ട് ജീവിക്കാൻ പറ്റുന്നില്ല, സുവിശേഷം പ്രസംഗിക്കാൻ പറ്റുന്നില്ല. കാരണം വാ അടഞ്ഞിരിക്കുക, തുറന്നു പറയാൻ അറിയില്ല, തുറക്കാൻ പറ്റില്ല. അവൻ്റെ വായടഞ്ഞ്, അവൻ്റെ മനസ്സടഞ്ഞിരിക്കുക. ഏതോ ഒരു തിന്മയുടെ ശക്തി അവൻ്റെ മനസ്സിലിരുന്നുകൊണ്ട്, അവൻ്റെ ഉള്ളിരുന്നുകൊണ്ട് അവനോട് പറയുക, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇതിനൊന്നും ആവശ്യമില്ല, സുവിശേഷം പ്രസംഗിക്കേണ്ട ആവശ്യമില്ല. അനേക ഹൃദയങ്ങളെ വാ പൂട്ടിക്കെട്ടിയിരിക്കുക സാത്താൻ. അതുകൊണ്ട് സുവിശേഷം പ്രസംഗിക്കത്തില്ല, സത്യത്തിന് സാക്ഷ്യം വഹിക്കാൻ പറ്റുകയില്ല, തുറന്നു പറയാൻ പറ്റുകയില്ല, നീതിക്ക് വേണ്ടി നിലകൊള്ളാൻ പറ്റുകയില്ല, സത്യത്തിന് വേണ്ടി നിലകൊള്ളാൻ പറ്റുകയില്ല. തിന്മയുടെ ശക്തികൾ ഇത് ബഹിഷ്കരിക്കപ്പെടാതെ നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ അനേക ബുദ്ധിയെ, ചിന്തകളെ, മനസ്സിനെ ബന്ധിച്ചിട്ടിരിക്കുന്ന ഇത്തരം ശക്തികൾ വിട്ടുപോയി കഴിയുമ്പോൾ നമുക്ക് തുറവ് കിട്ടുക. ഭയം വിട്ടുപോകണം. ചില ഭയമാ. 10 പേരുടെ മുമ്പിൽ നിന്നുകൊണ്ട് കർത്താവിന് വേണ്ടി, സുവിശേഷത്തിന് വേണ്ടി ധൈര്യപൂർവ്വം സാക്ഷ്യം വഹിക്കാൻ പേടിയാ, തുറന്നു പറയാൻ പേടിയാ, ഈശോയെ എന്ന് വിളിക്കാൻ പേടിയാ.
പരിശുദ്ധ കുർബാനയിൽ പോലും പങ്കെടുക്കുമ്പോൾ ചില വ്യക്തികൾ മാറി നിൽക്കുന്ന കാണാൻ പറ്റും. പേടിയ അങ്ങ് തുറക്കാൻ പറ്റുന്നില്ല, ജീവിതം അങ്ങ് പൂർണ്ണതയോടെ കൊടുക്കാൻ പറ്റുന്നില്ല. കാരണം ഒരു തരത്തിൽ അവൻ്റെ മനസ്സിന്, ശരീരത്തിന്, ആത്മാവിൻ്റെ, ബുദ്ധിയിൽ തിന്മയുടെ ചില അന്ധകാര ശക്തികൾ അവനെ ബാധിക്കുന്നുണ്ട്, അസ്വസ്ഥപ്പെടുന്നുണ്ട്. ഇത് നീങ്ങിപ്പോകാൻ വേണ്ടി നമ്മൾ ഈശോയെ പ്രാർത്ഥിക്കണം. ഈശോ അത് എടുത്തു മാറ്റുമ്പോൾ തുറവ് കിട്ടുക. കാരണം ചില ജീവിതങ്ങൾ ധ്യാനം കഴിയുമ്പോൾ കാണാൻ പറ്റും, പെട്ടെന്ന് അവർക്ക് ഭയങ്കര തുറവയാ, അവർക്ക് ധൈര്യം കിട്ടുകയാ. ചില കുടുംബജീവിതങ്ങൾ കാണാൻ പറ്റും, തുറവില്ലാത്ത ചില കുടുംബങ്ങൾക്ക് ധ്യാനം കൊടുക്കുകയും ഭയങ്കര തുറവ് കിട്ടുക. ഭാര്യ ഭർത്താവിനോടൊന്നും പറയില്ല, ഭർത്താവ് ഭാര്യയോടൊന്നും സംസാരിക്കില്ല, പരസ്പരം അവൻ്റെ കാരണം അതിനോട് തിന്മയുടെ ബന്ധനമുണ്ട്. ചില മക്കൾ മാതാപിതാക്കളും ചെറുപ്പത്തിലൊക്കെ കുറച്ച് കഴിയുമ്പോൾ സംസാരം നിന്നു, അവിടെ സംസാരമില്ല. ചില കുടുംബങ്ങൾ എല്ലാവരും ഊമമാരാ, ആരും സംസാരിക്കുന്നില്ല, ഊമകളാ. കാരണം അവിടെ ഒരു ബന്ധനമുണ്ട്, തുറവില്ല. എല്ലാം അവിടെ ആ കുടുംബത്തിൽ പരസ്പരം പങ്കുവയ്ക്കലില്ല. ഇതൊരുപാട് കുടുംബങ്ങൾ തകർന്നു പോകുന്നത് അങ്ങനെയാണല്ലോ. ചില യുവാക്കൾ, യുവതികൾ ചില പാപത്തിൻ്റെ കൂട്ടുകെട്ടിലോട്ട് വീഴുമ്പോൾ അവർ വന്നിട്ട് അപ്പനോട് അമ്മയോട് തുറന്ന് പറയല. കാരണം ഒരു ബന്ധനമുണ്ട്, ഒരു തിന്മയുടെ ശക്തിയുണ്ട്. നേരെ മറിച്ച് അവർ തുറന്ന് പങ്കുവെച്ചിരുന്നെങ്കിൽ ആ കുടുംബത്തിൽ ആ കൊച്ചിന് നാശം ഉണ്ടാകത്തില്ല, അനർത്ഥം ഉണ്ടാകത്തില്ല. പക്ഷെ ഇത് ഒരു ബന്ധന, ഇതെല്ലാം ഉള്ളിൽ വെച്ച് കൊണ്ടുപോവുക. അവസാനം ഒരു അഗ്നിപർവ്വതം പൊട്ടുന്നത് പോലെ, ഒരു ബോംബ് സ്ഫോടനം പോലെ ജീവിതത്തിൽ ഭയങ്കര തകർച്ചകൾ, അനർത്ഥങ്ങൾ, അപകടങ്ങൾ വന്നു ഭവിക്കും. തുറവില്ലാത്ത, അതാണ് തുറവില്ലാത്ത കുടുംബങ്ങളിൽ, പരസ്പരം പങ്കുവയ്ക്കാത്ത കുടുംബങ്ങളിൽ തിന്മയുടെ ശക്തികളുണ്ട്. മനസ്സ് തുറന്ന് പങ്കുവയ്ക്കാൻ പറ്റുന്നില്ലാത്ത മക്കളെല്ലാം ഉണ്ട്. അവിടെയെല്ലാം ബന്ധനമുള്ള കുടുംബങ്ങളാണ്. അത് വിട്ടുമാറാൻ വേണ്ടി പ്രാർത്ഥിക്കുക, തുറന്ന് പ്രാർത്ഥിക്കുക. ആ കുടുംബങ്ങൾ തുറവ് കിട്ടട്ടെ. മാതാപിതാക്കളും മക്കളും ഒരുമിച്ചിരുന്നു കൊണ്ട് സന്തോഷിക്കാനും സ്നേഹിക്കാനും പങ്കുവയ്ക്കാനും എല്ലാം തുറന്ന് പങ്കുവയ്ക്കാനും സ്നേഹം പങ്കുവയ്ക്കാനും പറ്റുന്ന അന്തരീക്ഷം കുടുംബത്തിലുണ്ടാകണം. അതിനെതിരെ ഒരു തിന്മയുടെ ശക്തിയെ അത് വിട്ടുമാറാൻ പ്രാർത്ഥിക്കുക. ഈ സമയം നമുക്ക് പ്രത്യേകമായിട്ട് കർത്താവിനോട് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബങ്ങളിലെ ഈ വിധ തിന്മയുടെ സ്വാധീനങ്ങൾ വിട്ടുപോയിട്ട് വലിയൊരു സമാധാനം, വലിയൊരു സ്വസ്ഥത, വലിയൊരു സ്നേഹത്തിൻ്റെ അഭിഷേകം, പരസ്പരം സ്നേഹം ഒഴുകുന്ന അനുഭവം. അപ്പനും അമ്മയും മക്കളും മാതാപിതാക്കളും ഭാര്യയും ഭർത്താവും തമ്മിൽ സ്നേഹത്തിൻ്റെ വിഷയം ഇത് നഷ്ടപ്പെടുമ്പോഴാണ് വിവാഹമോചനങ്ങൾ പുറകെ പോകും. കുടുംബങ്ങൾ വിവാഹമോചനങ്ങൾ പിന്നാലെ പോകും. എന്തേലും പണം ഉണ്ടായാലും നശിപ്പിച്ച് കളയും. ചില കുടിച്ച് ജീവിതം തീർത്തുകൊണ്ടിരിക്കും. ചില സ്വന്തം ഇഷ്ടപ്രകാരം കാരണം അവൻ്റെ ഹൃദയത്തുള്ളത് അവന് പോലും അറിയത്തില്ല, ആരോടും പറയത്തുമില്ല. കാരണം ഈ ഒരു ബന്ധനം അവൻ ഊമനായ ഒരു പിശാസിനെ ബഹിഷ്കരിക്കുകയായിരുന്നു. പിശാസ് പുറത്തു പോയപ്പോൾ ആ ഊമൻ സംസാരിച്ചു. ജനങ്ങൾ അത്ഭുതപ്പെട്ടു. അവർ ചില പറഞ്ഞു അവൻ പിശാസുകളെ തലവനായ ബെൽസെബൂലിനെ കൊണ്ടാണ് പിശാസുകളെ ബഹിഷ്കരിക്കുന്നത്. വേറെ ചിലർ അവനെ പരീക്ഷിക്കുവാൻ സ്വർഗത്തിൽ നിന്ന് അടയാളം അവനോട് ആവശ്യപ്പെട്ടു. അവിടെ വിചാരങ്ങൾ അറിഞ്ഞുകൊണ്ട് ഈശോ പറഞ്ഞു, അന്തഃഛിദ്രമുള്ള രാജ്യം നശിച്ചു പോകും, അന്തഃഛിദ്രമുള്ള ഭവനവും വീണുപോകും. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഹൃദയം തുറന്ന് ധ്യാനിക്കേണ്ട ഏറ്റവും വലിയ വചനം ഇതാണ്. തിന്മയുടെ ശക്തിയിലിരിക്കുന്ന മറ്റൊരു മേഖലയാ ഭിന്നതയുള്ള കുടുംബങ്ങൾ. ഭിന്നതയുണ്ട്, പുറമെ ചിരിയും കളിയൊക്കെ ഉണ്ട്. നമ്മൾ വീട്ടോട് കയറി ചെല്ലുമ്പോൾ എല്ലാവർക്കും ഭയങ്കര സ്നേഹം പോലെ തോന്നും, എല്ലാവരും നല്ല ഐക്യം. പക്ഷേ ഇല്ല, ഉള്ളുകൊണ്ട് ഒരടുപ്പമില്ല. അതാണ് പൈശാചിക ശക്തികൾ ഇരിക്കുന്ന കുടുംബം. അതാണ് ഉള്ളുകൊണ്ട് അടുപ്പമില്ല, ബാഹ്യമായ ബന്ധം മാത്രം. ഭക്ഷണം കഴിക്കാൻ നേരത്ത് ഓടി വരുന്നു, അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ നേരത്ത് പോലും വരും. പക്ഷേ പരസ്പര മാനസിക ബന്ധമില്ല, വിശ്വാസമില്ല. ഭിന്നതയുള്ള കുടുംബങ്ങൾ, ഭിന്നിപ്പ്, മക്കളും മാതാപിതാക്കൾ, സഹോദരങ്ങൾ ഒക്കെ തന്നെ ഭിന്നിച്ചു. ഓരോരുത്തരും തന്നെ ഇഷ്ടം മാത്രം മുറുകെ പിടിക്കുന്ന പിടിവാശിയുടെ പുത്രിമാർ ഏതെല്ലാം കുടുംബങ്ങളുണ്ടോ ആ കുടുംബങ്ങളും തിന്മയുടെ ശക്തിയിൽ ഇരിപ്പുണ്ട്. അതിനെ ബഹിഷ്കരിക്കേണ്ട യേശുവിന് മാത്രമേ പറ്റുള്ളൂ. കാരണം ഈശോയ സ്നേഹം, ദൈവസ്നേഹ 1 യോഹന്നാൻ 4-ാം അധ്യായത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. ദൈവസ്നേഹ, ദൈവത്തിൻ്റെ വലിയ സ്നേഹം ഒരുവൻ്റെ ഹൃദയത്തിലേക്ക് ഒഴുകപ്പെട്ട് കഴിയുമ്പോൾ അവിടെ ബന്ധനടിയും. അതാണ് ഇത് ഈശോയ്ക്ക് മാത്രമേ പറ്റുള്ളൂ. അവിടെ മറ്റ് പൈശാചികത ഒരിക്കലും, കാരണം പിശാചിൻ്റെ സ്വഭാവം തന്നെ ഭിന്നിപ്പുണ്ടാക്കുക എന്നുള്ളതാണ്. എവിടെ സമാധാനം ഐക്യമുണ്ടോ അതിനകത്ത് ഭിന്നിപ്പുണ്ടാക്കുക, കുത്തിത്തിരിപ്പുണ്ടാക്കുക, ഐക്യം കളയുക. സമൂഹങ്ങളിൽ കാണാൻ പറ്റും, സ്ഥാപനങ്ങളിൽ കാണാൻ പറ്റും, വിശ്വാസ മേഖലയിൽ കാണാൻ പറ്റും, ആത്മീയ മേഖലകളിൽ പോലും കാണാൻ പറ്റും. ഈ സാത്താൻ കയറിയിട്ട് ഭിന്നിപ്പുണ്ടാക്കുക, ഐക്യം കളയുക, സ്നേഹം കളയുക, ഒരുമിച്ചുള്ള നീക്കത്തെ തകർക്കുന്ന കാണാൻ പറ്റും, തകർത്ത് കളയുന്ന കാണാൻ പറ്റും. കുടുംബങ്ങൾ കാണാൻ ഭിന്നത ഉണ്ടാക്കുന്ന കാണാൻ പറ്റും. ഈ ഭിന്നതയുടെ പിന്നിൽ പ്രവർത്തിക്കുന്നത് തിന്മയുടെ ശക്തിയാണ്. ആ തിന്മയുടെ ശക്തിയെ ബഹിഷ്കരിക്കാൻ ഒരു ബെൽസെബൂലിനെ കൊണ്ടും പറ്റത്തില്ല. അത് കർത്താവിന് മാത്രമേ പറ്റൂ. കാരണം ദൈവം സ്നേഹത്തിൻ്റെ അഭിഷേകം നിന്റെ കുടുംബത്തിലേക്ക്, നിന്റെ ഹൃദയത്തിലേക്ക് ഒഴുകപ്പെടണം. അതിന് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിലൂടെ മാത്രമേ സ്നേഹം ഒഴുകപ്പെടുള്ളൂ. റോമ 5:5 വചനം പറയുന്ന പോലെ പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ഒഴുകപ്പെട്ടിരിക്കുന്നു. അപ്പോഴാണ് സമാധാനം കിട്ടുക, സ്വസ്ഥത കിട്ടുക, സാത്താൻ്റെ ശക്തി ആ കുടുംബത്തിൽ നിന്ന് വിട്ടുപോകുക. അതുകൊണ്ട് സ്നേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. 1 കൊരിന്ത്യർ 13 അഭിഷേകം കിട്ടാൻ വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. സ്നേഹത്തിൻ്റെ വലിയൊരു അഭിഷേകം, കൃപയുടെ അഭിഷേകം നമ്മുടെ ഹൃദയങ്ങളിലേക്ക്, നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഒഴുകപ്പെടാൻ വേണ്ടി തീർച്ചയായിട്ടും പ്രാർത്ഥിക്കണം. 1 കൊരിന്ത്യർ 13-ാം അധ്യായത്തിന് 4 മുതൽ 11 പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, സ്നേഹം ദീർഘക്ഷമയും ദയയുമുള്ളതാണ്, സ്നേഹം അസൂയപ്പെടുന്നില്ല, ആത്മപ്രശംസ
ചെയ്യുന്നില്ല, അഹങ്കരിക്കുന്നില്ല, സ്നേഹം അനുചിതമായി പെരുമാറുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, കോപിക്കുന്നില്ല, വിദ്വേഷം പുലർത്തുന്നില്ല, അത് അനീതിയിൽ സന്തോഷിക്കുന്നില്ല, സത്യത്തിൽ ആഹ്ലാദം കൊള്ളുന്നു, സ്നേഹം സകലതും സഹിക്കുന്നു, സകലതും വിശ്വസിക്കുന്നു, സകലതും പ്രത്യാശിക്കുന്നു. ഇത് പലർക്കും സ്നേഹിക്കാൻ നേരെയില്ല, സ്നേഹിക്കാൻ താല്പര്യമില്ല. ഒരുവന് അവനെ സ്നേഹിക്കുക. ഇത് വ്യക്തി സ്നേഹം കൂടുതൽ, സ്വന്തം കാര്യം. അതാണ് പൈശാചിക ബന്ധനങ്ങൾ ഉള്ള ജീവിതങ്ങൾ മുഴുവൻ നോക്കിക്കോ. അവരെ മാത്രമേ നോക്കുകയുള്ളൂ, അവരുടെ സന്തോഷം, അവരുടെ സുഖം. അല്ലാണ്ട് ചുറ്റുപാടുമുള്ള ആരുടെ സന്തോഷമോ സുഖമോ അവരുടെ നിലനിൽപ്പ് പോലും നോക്കിയല്ല. ചില മാതാപിതാക്കൾ കാണുമ്പോൾ ഒത്തിരിയേറെ അധ്വാനിക്കുന്ന കാണാൻ പറ്റും, ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുന്നു, കുടുംബത്തിന് വേണ്ടിയാണെന്ന് പറഞ്ഞു. പക്ഷെ അവർ മക്കളെ സ്നേഹിക്കുന്നില്ല, മക്കൾക്ക് വേണ്ട പരിഗണന കൊടുക്കുന്നില്ല, അവരുടെ കൂടെ ആയിരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. മക്കളാഗ്രഹിക്കുന്നത് 10 പണമല്ല, കാശല്ല, കൊട്ടാരമല്ല, വാഹനമല്ല. അവരാഗ്രഹിക്കുന്ന മാതാപിതാക്കളുടെ സ്നേഹപൂർണ്ണമായ സംസാരവും അവരുടെ പരിലാളന വാത്സല്യം ഒത്തിരി ആഗ്രഹിക്കുക. അത് കൊടുക്കുന്നില്ലെങ്കിൽ ആ കുഞ്ഞുങ്ങളെ പിശാച് കയറും. അതാണ് ആ പിശാച് കയറുമ്പോൾ ഇത് വേറെ ബന്ധങ്ങൾക്ക് പോവുകയാ. വഴിയെ കാണുന്നവനായിട്ടെല്ലാം ബന്ധത്തിലേക്ക് പോവുക, പൈശാചിക കൂട്ടുകെട്ടിലേക്കൊക്കെ പോവുക. കാരണം ഇതാ, സ്നേഹം എവിടെയെല്ലാം നഷ്ടപ്പെടുന്നു അവിടെയെല്ലാം പിശാച് കയറും. സ്നേഹം കൊടുത്തില്ലെങ്കിൽ പിശാച് കയറും. നമ്മൾ മറ്റുള്ളവർക്ക് സ്നേഹം കൊടുക്കണം. സ്നേഹം കൊടുക്കുന്നില്ലെങ്കിൽ അവരിലെല്ലാം തിന്മയുടെ ശക്തി കയറും. അവർ നമ്മളെ ആക്രമിക്കും, അവർ സമൂഹത്തെ ആക്രമിക്കും, സഭയെ പോലും ആക്രമിക്കും. സ്നേഹം കൊടുക്കുക. സ്നേഹം കൊടുത്താൽ ബന്ധനടിച്ചു പോകും. ഇവിടെ വചനം പറയുക, ഈശോ പറയുക, അന്തഃഛിദ്രമുള്ള ഭവനം നശിച്ചു പോകും, അന്തഃഛിദ്രമുള്ള കുടുംബങ്ങൾ തകർന്നു പോകുന്നത് കാണാൻ പറ്റും. കാരണം വേറൊന്നുമല്ല, അവിടെ ഭിന്നതയുടെ ആത്മാവ്, വെറുപ്പിൻ്റെ ആത്മാവ്, അനൈക്യത്തിൻ്റെ ആത്മാവ് ഇത് ഉള്ളിൽ നിൽക്കുമ്പോൾ സാത്താൻ അവിടെ കയറി നിറഞ്ഞു നിൽക്കുക. സാത്താൻ്റെ ശക്തമായ പ്രവർത്തനം അത്തരം കുടുംബങ്ങൾ പ്രവർത്തിക്കുന്നത് കാണാൻ പറ്റും. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് ഈ ഭിന്നതയുടെ ബന്ധനം അടിയാൻ വേണ്ടി തീവ്രമായിട്ട് പ്രാർത്ഥിക്കും. ഈശോ പറയാം, വീണ്ടും പറയാം, ഞാൻ ദൈവകരം കൊണ്ടാണ് പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നതെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു. ഈശോ ദൈവകരം കൊണ്ടാണ് ചെയ്യുന്നത്. ദൈവകരം സ്നേഹത്തിൻ്റെ കരവാ, സമാധാനത്തിൻ്റെ കരവാ, പ്രാർത്ഥനയുടെ സൗഖ്യത്തിൻ്റെ കരവാ. ആ ശക്തിയുള്ള കരമാണ്, പവറുള്ളതാണ്. ആ കരം കൊണ്ട് തൊട്ട് കഴിഞ്ഞാൽ ബന്ധനം അടിച്ച് സാത്താൻ വിട്ടുപോകും. കർത്താവിൻ്റെ ശക്തി ഒഴുകുമ്പോൾ നമ്മളെ ബന്ധനം അടിച്ചു പോവുകയാണ്. ദൈവകരം കൊണ്ടാണ് ചെയ്യുന്നത്, സ്നേഹം കൊണ്ടാണ്. സ്നേഹം ഈശോ, ഞാൻ വന്നിരിക്കുന്ന പാപികളെ സ്നേഹിക്കാമെന്നാണ്, നീതിമാന്മാരെ തേടിയല്ല പാപികളെ തേടിയാണ് ഞാൻ വന്നതെന്ന് ഈശോ പറയുമ്പോൾ അതിൻ്റെ പിന്നിൽ സ്നേഹത്തിൻ്റെ ദർശനം മാത്രം. സ്നേഹം നിറഞ്ഞ ഈശോ, അതാണ് അവൻ കുരിശിൽ രക്തം ചിന്തി മരിക്കുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 19:34 കാണാൻ പറ്റും. പടയാളികൾ ഒരുവൻ അവന് ചങ്ങിലേക്ക് കുന്തം കൊണ്ട് കുത്തുമ്പോൾ അവിടെ ചോരയും വെള്ളം ഒഴുകുന്ന കാണാൻ പറ്റും, ജീവനും ആത്മാവ് ഒഴുകുന്ന കാണാൻ പറ്റും. അത് പടയാളിയുടെ കണ്ണിലേക്ക് വരുമ്പോൾ അന്ധത ബാധിച്ചവൻ്റെ കണ്ണുകൾ തുറക്കപ്പെടുന്നു. അതാണ് അഭിഷേകമാണ് ഈശോ. ഈശോ രക്ഷകനാ. ഈശോയോട് കിട്ടുന്ന ബന്ധനം, ഈശോയോട് കിട്ടുന്ന വിടുതലുണ്ട്, ഭയങ്കരമായ വിടുതൽ. ബന്ധനങ്ങൾ അഴിച്ച്, കെട്ടുകൾ അഴിച്ച് ഈശോ നമ്മെ സ്വതന്ത്രനാക്കുന്നുണ്ട്. അവിടെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇത് കുടുംബങ്ങൾ സിനിമയുടെ ശക്തിയുണ്ടോ കണ്ടുപിടിക്കണം. നിങ്ങളുടെ കുടുംബത്തിൽ സ്നേഹമുണ്ടോ നോക്കണം, പ്രാർത്ഥനയുണ്ടോ, ദൈവത്തോട് സ്നേഹമുണ്ടോ. സ്നേഹം വെച്ച് കഴിഞ്ഞാൽ സ്നേഹം ആരംഭിക്കും ദൈവത്തിൽ നിന്നാ. ദൈവത്തിലേക്ക്, ദൈവത്തെ ആരാധിക്കുക, ദൈവത്തെ സ്നേഹിക്കുക, അവിടുത്തെ വചനമനുസരിച്ച് ജീവിക്കുക, വിശുദ്ധിയുടെ വാതിലെടുപ്പ്. അതാണ് സ്നേഹത്തിൻ്റെ ഒന്നാമത്തെ ദർശനത. ദൈവസ്നേഹം പൂർണ്ണത പ്രാപിച്ചു കഴിയുമ്പോൾ സഹോദര സ്നേഹം ഉണ്ടാകുക, പരസ്പര ഐക്യം ഉണ്ടാകുക, പരസ്പര ബന്ധം ഉണ്ടാകുക. അത്തരം കുടുംബങ്ങൾ കൃപ നിറയും. അല്ലെങ്കിലോ ഇത് ഭിന്നതയാ, പൊട്ടിത്തകരും. ഇന്ന് ഒരുപാട് കൊട്ടാരങ്ങളുണ്ട്, പക്ഷെ പൊട്ടിത്തകർന്ന കൊട്ടാരങ്ങളാ. നല്ല ഭവനോ, നല്ല വീടാ, കാണാൻ കൊള്ളാം, എല്ലാ സൗകര്യങ്ങൾ നിറഞ്ഞ, പക്ഷേ ഭാര്യയ്ക്ക് ഭർത്താവിന് വിശ്വാസമില്ല, ഭർത്താവിന് ഭാര്യ വിശ്വാസമില്ല, മകന് മക്കൾ സഹോദരങ്ങൾ അപ്പനെ വിശ്വാസമില്ല, സഹോദരങ്ങൾക്ക് പരസ്പരം വിശ്വാസമില്ല. പേടിക്കണം, ഒത്തിരി പേടിക്കണം. കാരണം സ്നേഹമില്ല, ദൈവമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, അന്തഃഛിദ്രമുള്ള ഭവനം നശിച്ചു പോകും. എത്ര കാശുകാരനാണ് ശരി, എത്രയേറെ പിടിപാടുള്ള വ്യക്തിയായാലും ശരി, എത്ര വലിയ സ്ഥാനമാനങ്ങളൊക്കെയാലും ശരി, പക്ഷേ അന്തഃഛിദ്രം, ഭിന്നത, പരസ്പര പൊരുത്തക്കേടുകളുടെ നടുവിലാണ് പോകുന്നെങ്കിൽ ഒരിക്കലും പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല, ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ആ കുടുംബം ഇന്നല്ല നാളെ ശിഥിലമാകും, തകർന്നു പോകും, തരിപ്പണമാകുമെന്ന് കാണാൻ പറ്റും, വ്യക്തിത്വങ്ങൾ തീർന്ന് കാണാൻ പറ്റും. അതാണ് നമ്മൾ തന്നെ ഒരു ഐക്യം വേണം. ചില ചിന്ത ഒരു വഴിക്ക്, പ്രവൃത്തി വേറെ വഴിക്ക്, പ്രാർത്ഥന ഒരു വഴിക്ക്, ജീവിതം വേറെ വഴിക്ക്, എല്ലാം ഓരോരുത്തരും രഹസ്യ നടപടികൾ, രഹസ്യ ജീവിതം വരുന്ന കുഴപ്പമില്ല, തകരാൻ പോവുക. അതാണ് ചേർച്ചയില്ലാത്ത ജീവിതം. എൻ്റെ മനസ്സ് പോലും എൻ്റെ ശരീരത്തോട് ചേർന്ന് നിൽക്കണം. എൻ്റെ ആത്മാവ് എൻ്റെ ശരീരത്തെ ഭരിക്കണം. ഒരിക്കലും ശരീരം ആത്മാവിനെ ഭരിക്കാൻ പാടില്ല. എൻ്റെ അഭിഷേകം എന്നെ ഭരിക്കണം. എന്നിട്ട് മുന്നോട്ട് പോകണം. അവിടെ പ്രിയപ്പെട്ട ദൈവമക്കളെന്ന് പ്രാർത്ഥിക്കാം.
നമ്മുടെ മേലുള്ള ഈ തിന്മയുടെ ശക്തി വിട്ടുപോകട്ടെ. കുടുംബങ്ങൾ കയറിയിരിക്കുന്ന തിന്മയുടെ ശക്തികൾ, വ്യക്തിബന്ധങ്ങൾ കയറിയിരിക്കുന്ന പൈശാചിക ശക്തികൾ, ഭിന്നതയുടെ ആത്മാവ്, വൈരാഗ്യത്തിൻ്റെ ആത്മാവ്, വെറുപ്പിൻ്റെ പിശാച്, ഇത് വിട്ടുപോയിട്ട് കുടുംബങ്ങൾ വലിയ സമാധാനമുണ്ടാകാൻ വേണ്ടി തീവ്രമായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. മനസ്സ് തുറന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വചനത്തിൽ ലൂക്കാ സുവിശേഷത്തിൻ്റെ 8-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വചനമുണ്ട്. നല്ല നിലത്ത് വീണതോ വചനം കേട്ട് ഉത്കൃഷ്ടവും നിർമ്മലവുമായ ഹൃദയത്തിൽ സംഗ്രഹിച്ച് ക്ഷമയോടെ ഫലം പുറപ്പെടുവിക്കുന്നവരാണ് നല്ല നിലം. നിങ്ങളുടെ കുടുംബങ്ങൾ നല്ല നിലങ്ങളായിട്ട് മാറട്ടെ. ഓരോരുത്തരുടെ ഹൃദയങ്ങൾ നല്ല നിലങ്ങൾ, വിശുദ്ധിയുള്ള നിലങ്ങൾ. അവിടെയാണ് വചനം പാകപ്പെടുകയുള്ളൂ. അവിടെയാണ് വചനം വിതയ്ക്കപ്പെട്ട് അത് വളർന്നു വരികയുള്ളൂ. അത് വലിയ ഫലം പുറപ്പെടുവിക്കുകയുള്ളൂ. അവിടെ ഇന്ന് ഈ വചന ശുശ്രൂഷ പങ്കെടുത്തിരിക്കും നമ്മൾ ഇന്ന് കൃപ കിട്ടാൻ പോവുക. നമ്മുടെ കുടുംബങ്ങൾ പൈശാചികത വിട്ടുപോകട്ടെ. നമ്മൾ പ്രവർത്തിക്കാൻ തിരിച്ചറിയണം. അനർത്ഥങ്ങൾ ഉണ്ടാകുന്നുണ്ട് പറയുന്നുണ്ട്. ചില പറയും അശാവിൻ്റെ വീട്ടിൽ മുഴുവൻ ബന്ധന, മുഴുവൻ പൈശാചികത്തിന്റെ പ്രവർത്തന. എവിടെയാ ആരംഭിച്ചെവിടെയാ? സ്വാർത്ഥതയുണ്ടോ? അവിടെ വൈരാഗ്യമുണ്ടോ? ദൈവവിശ്വാസക്കുറവുണ്ടോ? ദൈവ ഭയമില്ലായ്മയുണ്ടോ? സഹോദര സ്നേഹമില്ലായ്മയുണ്ടോ? അവർ തുറവില്ലായ്മയുണ്ടോ? ഐക്യമില്ലായ്മയുണ്ടോ? സ്വന്തം താല്പര്യത്തെ മാത്രം മുറുകെ പിടിക്കുന്നവരുണ്ടോ? അവിടെ തിന്മയുടെ ശക്തിയുണ്ട്. അവിടെ എന്തു സംഭവിക്കാം. ഏത് തരം അനർത്ഥം ഉണ്ടാകാം. രോഗങ്ങളുണ്ടാകാം, ജോലി തകർച്ചയുണ്ടാകാം, വിവാഹ പ്രശ്നങ്ങളുണ്ടാകാം, മക്കളിൽ പ്രശ്നം ഉണ്ടാകാം, മാതാപിതാക്കളിൽ രോഗങ്ങളുണ്ടാകാം. പല വിധത്തിൽ ഒന്നും പറയാൻ പറ്റില്ല. ഏതുപോലും കാറ്റ് എങ്ങോട്ടാണ് വീശുന്നത് പറയാൻ പറ്റില്ല. ഏത് വഴിക്കാണ് അടി വരുന്നത് പറയാൻ പറ്റില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കെ തന്നെ, ഈ സുവിശേഷത്തിൻ്റെ വചനം, ശക്തമായ വചനം കേട്ടുകൊണ്ടിരിക്കെ തന്നെ അനുദപിക്കുക, പരസ്പരം ക്ഷമ ചോദിക്കുക, പരസ്പരം കാല് പിടിക്കുക, ഹൃദയം എളിമപ്പെടുക. അപ്പൻ അമ്മയുടെ മുമ്പിൽ എളിമപ്പെട്, അമ്മ അപ്പൻ്റെ മുമ്പിൽ എളിമപ്പെട്, മാതാപിതാക്കൾ മക്കളുടെ മുമ്പിൽ എളിമപ്പെട്, മക്കൾ മാതാപിതാക്കളുടെ മുമ്പിൽ എളിമപ്പെട്. എല്ലാവരും പരസ്പരം എളിമപ്പെട്, തല കുനിക്ക്. അപ്പോൾ ദൈവത്തിൻ്റെ കരം നിങ്ങളുടെ മേൽ ഉയർന്നു വരും. കർത്താവിൻ്റെ കരം ഈ നിമിഷം നിങ്ങളെ തൊടും. ഇപ്പോൾ നിങ്ങളുടെ കുടുംബത്തിലുള്ള ബന്ധനങ്ങൾ, കെട്ടുകൾ സാത്താൻ്റെ ശക്തി അഴിക്കപ്പെടും. കർത്താവിൻ്റെ സഭ നമ്മെ പഠിപ്പിക്കുന്ന ഓരോ പരിശുദ്ധ കുർബാനയിലും തുടങ്ങുന്നത് എങ്ങനെയാണ്? അന്നാ പെസഹ തിരുനാൾ ചൊല്ലുമ്പോൾ അന്ന് കർത്താവ് കൽപ്പിച്ച ആ കൽപ്പന പറയുമ്പോൾ അന്ന് പറയുന്ന വലിയൊരു കൽപ്പനയുണ്ട്. സ്നേഹത്തിൻ്റെ നിയമം. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. സ്നേഹത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന് ഈശോ പഠിപ്പിച്ചു. ആ വിശുദ്ധ കുർബാന ഓരോ ദിവസവും സഭയർപ്പിക്കുമ്പോൾ സഭ പറയുന്നത് സ്നേഹത്തിൻ്റെ ജീവിതത്തിൽ തുടങ്ങ്, അനുരഞ്ജനത്തിൻ്റെ ജീവിതം തുടങ്ങ്, പരസ്പരം അനുരഞ്ജനപ്പെട്, ഐക്യത്തിൻ്റെ ജീവിതം. അതാണ് അഭിഷേകം, അതാണ് സ്വർഗ്ഗത. എവിടെയല്ല അനുരഞ്ജനമില്ല, അകന്നിരിക്കുക, രമ്യതയില്ല, സ്നേഹമില്ല, ഉള്ളിൽ ഭിന്നത, വൈരാഗ്യം, പ്രതികാര ചിന്ത മനസ്സിൽ എവിടെയെല്ലാം സൂക്ഷിച്ചു വെച്ചിരിക്കുന്നോ അവിടെയൊക്കെ സാത്താൻ്റെ വാസകേന്ദ്ര. ആ സാത്താൻ ഒരു ദിവസം നീ ഓർക്കും നീ മറ്റുള്ളവനെ തകർക്കാൻ വേണ്ടി പോവുക. പക്ഷെ അവസാനം ഈ സാത്താൻ തകർക്കുന്നത് മറ്റൊരുവനെ അല്ല, നിന്നെ തന്നെ തകർക്കാൻ പോകുന്നത്. നിൻ്റെ മക്കളെ, നിൻ്റെ വസ്തുക്കളെ, നിൻ്റെ ആത്മീയ ജീവിതത്തെ, നിൻ്റെ സന്തോഷത്തെ, ഏറ്റവും ഒടുവിൽ നിൻ്റെ ആത്മാവിനെ. അവിടെ അനുദപിക്കാം, യേശുവിനെ വിളിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ ആരാധന സമയത്ത് അങ്ങയുടെ ശക്തമായ കരം ഞങ്ങളുടെ മേൽ നീട്ടണമേ. സകല ബന്ധനങ്ങളും കെട്ടുകളടിച്ച് ഞങ്ങൾ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഏകമനസ്സോടെ വളരെ അഭിഷേകത്തോടെ ഈ ആരാധനയിൽ പങ്കെടുത്ത് നമ്മുടെ കുടുംബങ്ങളുടെ സാത്താൻ്റെ ശക്തികൾ നമുക്ക് ബഹിഷ്കരിക്കാം. സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സ്വസ്ഥതയുടെയും ഒരു അനുഗ്രഹം നമ്മുടെ കുടുംബത്തിലേക്ക് ഇപ്പോൾ ഈ പരിശുദ്ധ കുർബാനയുടെ ആരാധനയിലൂടെ ഒടുക്കപ്പെടട്ടെ. കർത്താവെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ആമേൻ. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ആമേൻ. കർത്താവായ ഈശോയെ, അങ്ങയുടെ കരം ഞങ്ങളുടെ മേൽ നീട്ടണമേ. സോ ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിയുടെ മേൽ അങ്ങയുടെ വലത് കരം നീട്ടണമേ. ദിവ്യകാരണ ഈശോയെ, അങ്ങയുടെ വലിയ സാന്നിധ്യത്തിൻ്റെ മുമ്പിലാണ് ഞങ്ങളായിരിക്കുക. ലോകാവസാനം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുമെന്ന് അങ്ങ് കൽപ്പിച്ചു. അങ്ങയുടെ ജീവിക്കുന്ന സാന്നിധ്യത ഞങ്ങൾ കാണുന്നു. കർത്താവേ ഈശോയെ, ഒരുപാട് കുടുംബങ്ങൾ തകർച്ചകളുണ്ട്, ഒരുപാട് കുടുംബങ്ങൾ തിന്മയുടെ ബന്ധനങ്ങളുണ്ട്, സാത്താൻ്റെ കെട്ടുകളിൽ കഴിയുന്ന ഒരുപാട് ജീവിതങ്ങളുണ്ട്. കർത്താവേ, അങ്ങയുടെ കരം നീട്ടണമേ. ഈശോയെ, ഈശോയെ കൈ നീട്ടണം. കർത്താവേ, ഈശോ അങ്ങയുടെ ശക്തിയിലൂടെ, അങ്ങയുടെ കരത്തിൻ്റെ ശക്തിയിലൂടെ ഞങ്ങൾക്ക് വിടുതൽ തരണം. ഈശോ അങ്ങ് പറഞ്ഞല്ലോ, ദൈവകരം കൊണ്ടാണ് ഞാൻ പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നത് എങ്കിൽ ദൈവരാജ്യം നിങ്ങളിൽ വന്നിരിക്കുന്നു. അതേ കർത്താവെ, അങ്ങ് കൈ നീട്ടി ശാസിക്കണമേ. ഈ കുടുംബങ്ങളിലുള്ള ബന്ധനങ്ങൾ അഴിച്ചു മാറ്റണമേ. പാപത്തിന് കെട്ടഴിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ബന്ധിക്കുന്നു, ശാസിക്കുന്നു, ബഹിഷ്കരിക്കുന്നു.
എല്ലാ അന്ധകാര ശക്തികളും വിട്ടുപോകട്ടെ. വെറുപ്പിൻ്റെ, വിദ്വേഷത്തിൻ്റെ, പകയുടെ, പ്രതികാര ചിന്തയുടെ, നിരാശയുടെ, കുറ്റബോധത്തിൻ്റെ, അസ്വസ്ഥതയുടെ, ഭിന്നതയുടെ അരൂപികളോട് കൽപ്പിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളെ പ്രവർത്തിക്കുന്ന തിന്മയുടെ ശക്തിയോട് കൽപ്പിക്കുന്നു. ഞങ്ങളെ വിട്ടുപോകുക. ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ യേശുവിന്റെ നാമത്തിൽ ഈ അന്ധകാര ശക്തിയുടെ കൂട്ടത്തോടെ ബന്ധിച്ചിരിക്കുന്നു. ശാസിക്കുന്ന, ബഹിഷ്കരിക്കുന്ന, വിട്ടുപോകുക. മദ്യപാനത്തിൻ്റെ, പുകവലിയുടെ, മയക്കുമരുന്നിൻ്റെ, ലഹരികളുടെ, അവിഹിത ബന്ധങ്ങളുടെ, പാപകരമായ ബന്ധങ്ങളുടെ, മ്ലേച്ഛതയുടെ, ദുഷ്മയുടെ ശക്തികൾ ഈ മക്കളുടെ ആരുടെയെങ്കിലും കുടുംബങ്ങളെ ഭരിക്കുന്നുണ്ടെങ്കിൽ ആ തിന്മയുടെ ശക്തികളോട് കൽപ്പിക്കുന്നു. ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ യേശുവിന്റെ നാമത്തിൽ ബന്ധിക്കുന്നു. ബഹിഷ്കരിക്കുന്ന, വിട്ടുമാറുക. എല്ലാം വിട്ടുമാറുക. കർത്താവേ, അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ സമാധാനം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കുടുംബങ്ങൾ അങ്ങയുടെ രക്ഷ നൽകണമേ. ഞങ്ങളുടെ പരിശുദ്ധ രക്തം ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ ഞങ്ങളുടെ മേൽ തളിക്കണേ ഈശോയെ. മനസാന്തരപ്പെടാത്ത ഹൃദയങ്ങളെ സമർപ്പിക്കുന്ന കർത്താവേ, കാപട്യത്തിന്റെ ജീവിതം നയിക്കുന്ന മക്കളെ സമർപ്പിക്കുന്ന കർത്താവേ, രഹസ്യമായി പാപത്തിൽ ജീവിക്കുന്നവരെ പ്രത്യേകം സമർപ്പിക്കുന്നു. കപട ഭക്തരെ സമർപ്പിക്കുന്നു ഈശോയെ. പ്രാർത്ഥനയില്ല, കുമ്പസാരമില്ല, കുർബാനയുടെ ജീവിതമില്ല, സഭയിൽ ജീവിതമില്ലാതെ കഴിയുന്ന ഓരോ മകനെയും മകളെയും കർത്താവേ നിന്റെ മുമ്പിലേക്ക് വെച്ചിട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അങ്ങയുടെ ആത്മാവിനെ വർഷിച്ചുകൊണ്ട്, അങ്ങയുടെ ആത്മാവിനെ വർഷിച്ചുകൊണ്ട് കർത്താവെ അനുഗ്രഹിക്കണം കർത്താവെ. കർത്താവെ വിടുതൽ നൽകണം കർത്താവെ. കർത്താവെ ഇടപെടണം കർത്താവെ. കർത്താവെ അങ്ങയുടെ കരം നീട്ടണം കർത്താവെ. അങ്ങയുടെ ദയ ഉണ്ടാകണം കർത്താവെ. അങ്ങയുടെ ആത്മാവിനെ വർഷിക്കണം കർത്താവെ. ബന്ധനം അഴിച്ചു കളണം കർത്താവെ. പാപത്തിന്റെ ശക്തികളും ഞങ്ങൾക്ക് മോചനം തരണം കർത്താവെ. അങ്ങയുടെ പരിശുദ്ധ രക്തം തെളിച്ചുകൊണ്ട്, അങ്ങയുടെ പരിശുദ്ധ രക്തം തെളിച്ചുകൊണ്ട് കർത്താവേ, ഇത്തരം മക്കൾക്ക് വലിയ മാനസാന്തരം കൊടുക്കണമേ ഈശോയെ. അങ്ങ് എതിർക്കുന്ന മക്കള്, വിശ്വാസത്തിനെതിരെ പോകുന്ന മക്കള്, സത്യസഭയെ വെറുക്കുന്ന മക്കള്, പ്രാർത്ഥനയില്ലാത്ത മക്കള് ഈശോയെ, അവരുടെ മേൽ അങ്ങയുടെ കരുണ വർഷിക്കണമേ കർത്താവെ. അങ്ങയുടെ കരം നീട്ടി അവരുടെ മേലുള്ള സാത്താന്റെ ശക്തിയെ ബഹിഷ്കരിക്കണം കർത്താവെ. ഈശോ അങ്ങയുടെ വലത് കരം നീട്ടി സാത്താനെ ബഹിഷ്കരിക്കണമേ. ലൂക്കാ 9:1-2 അധികാര ശക്തി വെച്ചുകൊണ്ട് തിരുസഭയിലൂടെ ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന, പൗരോഹിത്യത്തിലൂടെ ലഭിച്ചിരിക്കുന്ന വലിയ അധികാരം ഉപയോഗിച്ചുകൊണ്ട് കൽപ്പിക്കുന്നു. സാത്താന്റെ ശക്തികളോട് കൽപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ബന്ധിക്കുന്നു, ശാസിക്കുന്നു, ബഹിഷ്കരിക്കുന്ന മക്കൾ വിട്ടുമാറുക. എല്ലാ കുടുംബങ്ങളിലേക്ക് കൃപയെടുക്കണം കർത്താവേ. അങ്ങയുടെ പൗരോഹിത്യത്തിന്റെ ശക്തി അവരിലേക്ക് വ്യാപിക്കട്ടെ. അങ്ങയുടെ പൗരോഹിത്യത്തിലൂടെ ഉണ്ടാകുന്ന വലിയ വിടുതലെല്ലാം മക്കൾ അനുഭവിക്കട്ടെ. കൃപയുടെ അഭിഷേകം, കൃപയ്ക്കുമേ കൃപ. ഈ വലിയ പാപികള്, പാപത്തിന് അടിമപ്പെട്ട ജീവൻ നയിക്കുന്നവര്, അക്രമാസക്തരായ മക്കള്, വൈരാഗ്യത്തിന്റെ മക്കള്, പ്രതികാര ചിന്തയുള്ള മക്കള്, ധനത്തിനടിമപ്പെട്ട മക്കള്, പേരിന് പെരുമയ്ക്ക് അടിമപ്പെട്ട മക്കള്, അവരിലേക്കെല്ലാം അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ വർഷിച്ചുകൊണ്ട് വലിയ മാനസാന്തരം, വലിയ വിടുതൽ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശ്വരാധന, ആരാധന, ആരാധന. കർത്താവ് നമ്മെ ആശീർവദിക്കുന്നു. കർത്താവ് നമ്മെ ഓരോരുത്തരെ ആശീർവദിക്കുന്നു, തൊട്ടനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവിന്റെ ശക്തമായ ഒഴുക്ക് നമ്മൾ കൊടുക്കട്ടെ. ഈ സമയത്ത് പരിശുദ്ധ കുർബാനയുടെ ശക്തി, പരിശുദ്ധ കുർബാനയുടെ ശക്തി വ്യാപിക്കട്ടെ. എല്ലാ കെട്ടുകളും അടിക്കുന്നു. സാത്താന്റെ ശക്തി പരാജയപ്പെടട്ടെ. പരിശുദ്ധ കുർബാനയാൽ ദൈവജനം ആസ്വദിക്കപ്പെടുന്ന സമയത്ത് സാത്താന്റെ ശക്തികൾ നമ്മുടെ കുടുംബങ്ങളെ വിട്ടുപോകുന്നു, ജീവിതങ്ങളെ വിട്ടു. വിശ്വസിക്കട്ടെ, വിശ്വസിച്ച് പ്രാർത്ഥിക്കട്ടെ, വിശ്വസിച്ച് പ്രാർത്ഥിക്കട്ടെ. ആരാധന, 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 ആരാധന. ആരാധിക്കുന്നു, കുമ്പിട്ടാരാധിക്കുന്നു ഈശോയെ. ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, ആരാധിക്കുന്നു. ഈശ്വരാധന, ആരാധന, 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 ആരാധന. നന്ദി കർത്താവേ, ഇടപെടണം കർത്താവേ. ഈ സമയത്ത് അനേക കൃപകൾ വർഷിച്ച് നന്ദി പറ കർത്താവേ. നന്ദി കർത്താവേ, ഒത്തിരി നന്ദി. സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ആമേൻ. ഈശോയെ നന്ദി. ആരാധിക്കുന്നു, നൽകി നന്ദി പറയുന്നു. ആരാധിക്കുന്നു, ഹല്ലേലൂയ.